മധ്യപ്രദേശിലെ സത്നയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. കോൾഗവൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബാങ്ക് കോളനിയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ആ പയ്യനുണ്ടായിരുന്നത്. ശിവരാജ് രജക് എന്ന 5ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വീട്ടുജോലിക്ക് പോകുന്ന ആളാണ് അവന്റെ അമ്മ ആശ. അച്ഛൻ മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ജോലി ചെയ്യുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 വീട്ടിലേക്ക് അമ്മ ആശ മടങ്ങിയെത്തുകയാണ്. അപ്പോൾ വാതിൽ പുറത്തു നിന്ന് താഴിട്ട നിലയിലാണ്. അകത്ത് പക്ഷേ ഫാനും കൂളറും ഒക്കെ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കാം. ശിവരാജിനെ മുട്ടി വിളിച്ചു, തിരിച്ച് മറുപടിയൊന്നുമില്ല. അങ്ങനെ പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു നീല വീപ്പയ്ക്കുള്ളിൽ കഴുത്തറുത്ത് കൊന്ന നിലയിൽ ആ കുഞ്ഞിനെ കാണുന്നത്. ചോരയിൽ കുളിച്ചു കിടന്ന ആ ശരീരം ഒരു തുണി കൊണ്ടിങ്ങനെ മൂടിയിട്ട നിലയിൽ ശേഷമാണ് ആ വീപ്പയിൽ തള്ളിയത്. കഴുത്തിൽ മുറിവുണ്ടാക്കിയെന്ന് കരുതുന്ന ഒരു അരിവാള് പോലുള്ള ഒരു ആയുധവും പോലീസ് കണ്ടെടുത്തു. 45-കാരനായിട്ടുള്ള മധുര രജക് എന്ന അലക്ക് തൊഴിലാളിയെ സംശയമുണ്ടെന്ന് അവന്റെ അമ്മ ആശ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. അയാളുടെ ലോണ്ടറി സ്ഥാപനം അത് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആ സംശയം ബലപ്പെടുകയും ചെയ്തു. അതായത് കൊലപാതക ശേഷം അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് ഏതാണ്ട് രാത്രിയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. फरियादिया आशा रजक थाने पे आई थी और बताई थी कि उनका छोटा बेटा जो शिवराज और बादल है वो नहीं मिल रहा है, जिस पर तत्काल थाना कुलगांव से पुलिस मौके पे रवाना हुई थी और उनके द्वारा बताए गए जो संदिग्ध व्यक्ति है उसकी घर पे और दुकान पे जाकर तलाशी ली गई थी. वहाँ पे वो नहीं मिला था संदिग्ध. उसके बाद जब फरियादिया के घर जाके पुलिस पहुँची तो वहाँ पे देखे ताला लगा हुआ था. तो वहाँ पे फरियादिया के द्वारा और लोग आस पड़ोस के लोगों द्वारा ताला तोड़ा गया और जब अंदर जाके कमरे की तलाशी ली गई तो एक नीले रंग के ड्रम पे जो छोटा 11 वर्ष का बालक था शिवराज उर्फ बादल, उसकी डेड बॉडी मिली. जिस पर तत्काल थाना प्रभारी कुलगांव FSL टीम मौके पर पहुंची और वहाँ पे जो भी वैज्ञानिक साक्ष्य थे सभी को संकलित किया गया और करीब 5 टीमें TI कुलगांव के नेतृत्व में बनाई गई थी, जिसमें आरोपी की तलाश पताजादी हेतु जिस पर रात में एक लोकेशन मिली थी जिस पे टीम में दबिश थी और आरोपी मिल गया है. आरोपी मुतल्ला ने अपने मेमोरेंडम में घटना कारित करना स्वीकार किया है और उसके द्वारा पूरी घटना बताई है, जिस पर आरोपी को गिरफ्तार किया जाकर आगे वैज्ञानिक साक्ष्य के अनुसार वैधानिक कार्रवाई की जाएगी. ഈ കുട്ടി 11 വയസ്സുകാരന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ പലവട്ടം ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, നിർബന്ധിച്ചിരുന്നു എന്നാണ് മൊഴി. അത് നിരസിച്ചതിലുള്ള പകയാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് നിഗമനം. അമ്മയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് അവന്റെ സഹോദരിയും സാക്ഷ്യപ്പെടുത്തി. विवाद 10 साल से चल रहा है. पहले मम्मी से बात करता था, साड़ी के लिए बोल रहा, जबरदस्ती वो कर रहा. मम्मी नहीं करना चाह रही बात, वो जबरदस्ती कह रहा. मम्मी को धमकी देता है कि मैं मार डालूंगा बच्चों को, दे तो नहीं तो मेरे से शादी कर. और मम्मी नहीं करना चाह रही. आज किसने देखा घटना या घटना के बाद कौन पहुंचा? पहले हम लोग आए, मम्मी और पुलिस वाले के साथ. तुम लोगों को कैसे पता चल गया? पुलिस वाले आए तो साड़ी का ताला लगा हुआ था. किसने देखा? वो सर आए थे, सर ने ताला तोड़वाया. फिर उसके बाद हम अंदर गए तो अंदर बिखरा हुआ पड़ा था सामान. फिर मैं बोली लगता है इधर मार पीट हुई है. फिर उसके बाद मम्मी ने तकिया पे खून देखा है, तो खून देखने के बाद जब लौट के आई तो घर में ताला बंद था तुम्हारे? हाँ, मम्मी आई है. पहले मैं नहीं थी घर पे. कब आई हुआ? मिला है. हाँ ऐसा है? हाँ. किस चीज से हत्या किया उसने? हंसुली से गला काट दिया उसका. ആ കുട്ടിയെ കൊന്നുകളയുമെന്ന് പലവട്ടം അയാൾ ഭീഷണിപ്പെടുത്തിയെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. കുട്ടിയുടെ ഭർത്താവുമായി, അതായത് ഈ കുട്ടിയുടെ അച്ഛനുമായി, ഒപ്പം ഈ അമ്മ ആശയുടെ ഭർത്താവുമായി ഇയാൾ നേരത്തെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഭാര്യയെ ശല്യപ്പെടുത്തുന്നത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആ വഴക്കുണ്ടാക്കൽ. അച്ഛൻ നാസിക്കിൽ ജോലിക്ക് പോയ തക്കം നോക്കിയാണ് അങ്ങനെ ആ കുഞ്ഞിനെ അയാൾ കൊന്നുകളഞ്ഞത്. ഈ ബ്ലൂ ഡ്രം കൊലപാതകം അത് മധ്യപ്രദേശിനെ, ഉത്തരേന്ത്യയെ പലവട്ടം ഞെട്ടിച്ചതാണ്. ആ നീലവീപ്പയിൽ മൃതദേഹം കണ്ടതിൻ്റെ ഞെട്ടലിലാണ് ആ നാട്ടിലെ ജനങ്ങൾ.
പീഡിപ്പിച്ച ശേഷം മൊബൈൽ ചാർജർ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്റെ മകൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ന്യൂഡൽഹിയിലാണ് IRS ഉദ്യോഗസ്ഥന്റെ മകളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഡൽഹിയിലെ അമർ കോളനിയിൽ താമസിക്കുന്ന ഇൻകം ടാക്സ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ 22 വയസ്സ് മാത്രം പ്രായമുള്ള മകളാണ് കൊല്ലപ്പെട്ടത്. ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം ആ പെൺകുട്ടിയെ ഒരു മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ വയർ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച രാവിലെ മാതാപിതാക്കൾ അവർ ജിമ്മിൽ പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നത്. പെൺകുട്ടി മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അവളിപ്പോൾ UPSC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രതിയെക്കുറിച്ച് ഏകദേശം സൂചന ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ വീട്ടിൽ തന്നെ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഒരു രാജസ്ഥാൻ സ്വദേശി ആ യുവാവാണ്. അവനെയാണ് പോലീസ് സംശയിക്കുന്നത്. 19കാരനായിട്ടുള്ള രാഹുൽ മീണ. അവൻ പോലീസിന്റെ സംശയം മുന്നിലുണ്ട്. ഇന്ന് പുലർച്ചെ അവൻ ആ പ്രദേശത്ത് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 മാസത്തോളം ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ രാഹുൽ മീണ എന്നുള്ള യുവാവ്. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ചില തർക്കങ്ങളെ തുടർന്ന് അവനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞുവിടുന്നത്, ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത്. കൊലപാതകം നടത്താനുണ്ടായ കാരണം അതെന്താണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ മോഷണം ശ്രമം, ഒപ്പം അതിക്രമം, ഇത് രണ്ടുമാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാലും പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് സംഘം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.